ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും നല്ലൊരു പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. നാം ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് 2023 ആണ്ടിന്റെ അവസാന നിമിഷങ്ങളിലാണ്. ഈ ഒരു വർഷക്കാലം ദൈവം നമ്മുടെ ജീവിതത്തിൽ അനവധിയായിട്ടുള്ള അനുഗ്രഹങ്ങളും നന്മകളും നമുക്ക് നൽകി തന്നിട്ടുണ്ട്. നാം തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ നിരവധിയാണ്. ആ ഓരോ അനുഗ്രഹത്തിനും നാം ദൈവത്തോട് ഇന്നും നന്ദിയുള്ളവരായിരിക്കുക. ദൈവത്തെ നാം ഇന്നും സൂക്ഷിച്ചുകൊണ്ടിരിക്കുക. ഇന്നത്തെ പ്രഭാത മന്മയുടെ ചിന്താവിഷയം എന്ന് പറയുന്നത് ഒനേസിമസ് എന്നുള്ളതാണ്. ചിന്തയ്ക്ക് ആധാരമായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് ഫിലോമോന് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം അതിപ്രകാരം വായിക്കുന്നു: എനിക്ക് പ്രാണപ്രിയനായ അവനെ ഞാൻ മടക്കി അയച്ചിരിക്കുന്നു. നാം വേദപുസ്തകം പരിശോധിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോസ്തലനായ പൗലോസ് തന്റെ മിഷണറി യാത്രയുടെ ഭാഗമായിട്ട് തടവിലാക്കപ്പെടുന്നുണ്ട്. അതിനുശേഷം നാം പരിശോധിക്കുമ്പോൾ ഫിലോമോൻ എഴുതിയ ലേഖനത്തിലോട്ട് നാം കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് ഒനേസിമോസിനെ കുറിച്ച് കാണാനായിട്ട് സാധിക്കുന്നു. ഈ ഒനേസിമോസ് എന്ന് പറയുന്ന വ്യക്തി അപ്പോസ്തലനായ പൗലോസിനോടൊപ്പം തന്നെ സഹ തടവുകാരനായിട്ട് വന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ഒനേസിമോസിന്റെ കഥ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ഫിലോമോനെ കുറിച്ച് കാണാനായിട്ട് സാധിക്കുന്നു. ഫിലോമോൻ എന്ന വ്യക്തിയെ കുറിച്ചിട്ട് പൗലോസ് തന്നെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് ഫിലോമോൻ എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു: തന്റെ പ്രിയനും കൂട്ടുവേലക്കാരനുമായ ഫിലോമോൻ എന്നാണ്. അതായത് അപ്പോസ്തലനായ പൗലോസിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഫിലോമോൻ എന്ന് പറയുന്നത്. ഈ ഫിലോമോന്റെ ഭവനത്തിന് അടിമയായിട്ട് വേല ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു ഒനേസിമസ് എന്ന് പറയുന്ന ആൾ. നമ്മുടെ ഗ്രീക്ക് ഭാഷയിൽ ഒനേസിമസ് എന്ന വാക്കിന് അർത്ഥം നോക്കുമ്പോൾ ഉപയോഗപ്രദം അല്ലെങ്കിൽ പ്രയോജനകരം എന്നുള്ളതൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഒനേസിമസിന്റെ ജീവിതം അല്ലെങ്കിൽ കഥ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ആ ഒരു വാക്കിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒനേസിമസിന്റെ പേരിന്റെ അർത്ഥത്തിനോട് അനുബന്ധിച്ചുള്ള യാതൊരു തരത്തിലുള്ള പ്രവൃത്തിയും ഒനേസിമസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നിട്ടില്ല. അതായത് നാം ഫിലോമോൻ എഴുതിയ ലേഖനത്തിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഒനേസിമസ് ഫിലോമോന്റെ ഭവനത്തില് ഒരു മോഷണം നടത്തുകയും അങ്ങനെ തടവിലാക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ തടവിലാക്കപ്പെടുന്ന സമയത്താണ് പൗലോസ് ഒനേസിമോസിനെ കണ്ടുമുട്ടുന്നത്. നമ്മളിവിടെ അപ്പോസ്തലനായ പൗലോസ് ഫിലോമോൻ എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 10 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ നമുക്ക് ഇപ്രകാരം കാണാനായിട്ട് സാധിക്കുന്നു: തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എന്റെ മകനായ ഒനേസിമോസിന് വേണ്ടിയാകുന്നു നിന്നോട് അപേക്ഷിക്കുന്നത്. അതായത് അപ്പോസ്തലനായ പൗലോസ് തടവിലാക്കപ്പെട്ടു. അതുപോലെ തന്നെ ഒനേസിമോസിനെ മോഷണ കുറ്റത്തിന്റെ പേരില് തടവിലാക്കപ്പെടുകയുണ്ടായി. ഇങ്ങനെ ഇരുന്നപ്പോഴാണ് പൗലോസ് ഒനേസിമോസിനെ കാണുകയും ഒനേസിമോസിനോട് പൗലോസ് സുവിശേഷം പറയുകയും അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം പകർന്നു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അപ്പോസ്തലനായ പൗലോസ് നടത്തിയ പ്രസംഗത്തിലൂടെ അല്ലെങ്കിൽ പകർന്നു കൊടുത്ത ദൈവവചനത്തിലൂടെ ഒനേസിമസിന്റെ ഹൃദയത്തിൽ ഒരു മാറ്റം ഉണ്ടാവുകയും അവൻ വീണ്ടും ജനിക്കുകയും അവന്റെ ഉള്ളിൽ ഒരു മാനസാന്തരം നടക്കുകയും ദൈവത്തിനെ വിശ്വസിക്കുന്ന ഒരു നല്ല ജീവനുള്ള വിശ്വാസിയായിട്ട് തീരുകയും ചെയ്തു. അത്തരത്തില് വളരെയധികം ഒരു മാറ്റം ഒനേസിമസിന്റെ ജീവിതത്തിൽ വരുത്തുവാനായിട്ട് പൗലോസിന് സാധിച്ചു. ഇങ്ങനെ ഇരുന്നപ്പോഴാണ് പൗലോസ് ഫിലോമോനായിട്ട് എഴുതുന്നത്. എന്തെന്ന് വെച്ചാല് ഒരിക്കലും ഫിലോമോൻ ഇതിനു മുന്നേ കണ്ട വ്യക്തിയായിട്ടല്ല ഇപ്പോൾ ഒനേസിമസ് ഉള്ളത്. അവനൊരു രൂപാന്തരം നടന്നു. അതുകൊണ്ട് തന്നെ ഫിലോമോനോട് ഒനേസിമസിനെ തിരിച്ചെടുക്കണമെന്ന് അപേക്ഷകൊണ്ടുള്ള ഒരു കത്തായിട്ടാണ് നമ്മൾ ഫിലോമോന്റെ ലേഖനം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഫിലോമോന്റെ ലേഖനം അതിന്റെ 1-ാം അധ്യായം അതിന്റെ 11-ാം വാക്യ പ്രകാരം പറയുന്നു: അവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു, എന്നാൽ ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളവൻ തന്നെ. അതിനുശേഷം 12-ാം വാക്യത്തില് പൗലോസ് പ്രകാരം പറയുന്നു: എനിക്ക് പ്രാണപ്രിയനായ അവനെ ഞാൻ മടക്കി അയച്ചിരിക്കുന്നു. സുവിശേഷം നിമിത്തമുള്ള തടവിൽ എന്നെ ശുശ്രൂഷിക്കേണ്ടതിന് അവനെ നിനക്ക് പകരം എന്റെ അടുക്കൽ തന്നെ നിർത്തിക്കൊള്ളുവാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. 14-ാം വാക്യ പ്രകാരം പറയുന്നു: എങ്കിലും നിന്റെ ഗുണം നിർബന്ധത്താൽ എന്നെ പോലെയല്ല, മനസ്സോടെ ആകേണ്ടതിന് നിന്റെ സമ്മതം കൂടാതെ ഒന്നും ചെയ്യാൻ എനിക്ക് മനസ്സിലായിരുന്നു. അതായത് അപ്പോസ്തലനായ പൗലോസ് നടത്തിയ പ്രസംഗത്തിലൂടെ ഒനേസിമോസിനെ ഒന്ന് മാറ്റം കണ്ടിട്ട് അപ്പോസ്തലനായ പൗലോസിനോട് കൂടെ തന്നെ ഒനേസിമോസിനെ നിർത്തുവാനായിട്ട് പൗലോസിന് താല്പര്യമുണ്ടായിരുന്നുവെങ്കിലും ഫിലോമോന് ഒനേസിമോസിനെ തിരിച്ചു കൊടുക്കാനായിട്ട് അപ്പോസ്തലനായ പൗലോസ് തീരുമാനിക്കുകയുണ്ടായി. എന്നാൽ നാം ഇവിടെ പരിശോധിക്കുമ്പോൾ ഫിലോമോന്റെ അടുക്കലായിട്ട് ഒനേസിമോസിനെ തിരിച്ചയക്കുമ്പോൾ ഫിലോമോനോട് അപ്പോസ്തലനായ പൗലോസ് പ്രകാരം പറയുന്നുണ്ട്:
നീ ഇങ്ങോട്ടേക്ക് ഒനേസിമോസിന് തടവിലാക്കപ്പെട്ടപ്പോൾ അവനൊരു പ്രയോജനമില്ലാത്തവനായിരുന്നു. എന്നാൽ ഇപ്പോൾ നിനക്കും എനിക്കും നല്ലൊരു പ്രയോജനമുള്ളവനായിട്ടാണ് അവൻ തിരികെ വരുന്നത്. അതുകൊണ്ട് തന്നെ അവനോട് ഒരിക്കലും ഒരു ദേഷ്യമോ ഒന്ന് കാണിക്കരുത്. നമ്മൾ തുടർന്നുള്ള വാക്യം വായിക്കുമ്പോൾ 16-ാം വാക്യം പ്രകാരം പറയുന്നു, അവൻ ഇനി ദാസനല്ല, ദാസനും ഇത് പ്രിയ സഹോദരൻ തന്നെ. അവൻ വിശേഷൽ എനിക്ക് പ്രിയനെങ്കിൽ നിനക്ക് ജഡസംബന്ധമായും കർത്തൃ സംബന്ധമായും എത്രയധികം. ആകിയാൽ നീ എന്നെ കൂട്ടാളി എന്ന് കരുതുന്നുവെങ്കിൽ അവനെ എന്നെ പോലെ ചേർത്തുകൊള്ളുക. അവൻ നിന്നോട് വല്ലതും അന്യായം ചെയ്തിട്ടുണ്ടോ, കടം പെട്ടിട്ടുണ്ടോ എങ്കിൽ അത് എന്റെ പേരിൽ കണക്കിട്ടുകൊള്ളുക. അതായത് ഈ ഒരു വാക്യത്തിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പൗലോസ് എത്രമാത്രം ഒനേസിമോസിനെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഫിലോമോനോട് പറയുന്നത്, ഒരിക്കലും ഇനി ഒനേസിമോസിനെ അടിമയായിട്ട് കാണരുത്. എന്നെ എപ്രകാരമാണോ നീ കാണുന്നത് അതുപോലെ തന്നെ ഒരു ദാസൻ ഒരു അടിമയായിട്ടല്ല, പകരം ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ട് തന്നെ ഒനേസിമോസിനെ കാണണമെന്ന് ഫിലോമോനോട് പൗലോസ് പറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് പൗലോസ് ഒനേസിമോസിനെ വിശേഷിപ്പിക്കുന്നതിന് 12-ാം വാക്യത്തിൽ എന്റെ പ്രാണപ്രിയൻ എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും, നമ്മൾ ബൈബിൾ പരിശോധിക്കുമ്പോൾ അനേക വ്യക്തികളെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് മുൻപ് ഒരു പ്രയോജനമില്ലാതിരുന്നപ്പോൾ പിന്നീട് അവരുടെ ജീവിതത്തിൽ എന്ന മാറ്റത്തിന് ശേഷം അവർക്ക് മറ്റുള്ളവർക്ക് ഒരു പ്രയോജനമുള്ളവരായിട്ട് തീരുന്നതായിട്ട്. അതുപോലെ തന്നെയാണ് നാം ആരാധിക്കുന്ന ഓരോ ദൈവമക്കളെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിന് നമ്മളെ കൊണ്ട് നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ അല്ലെങ്കിൽ നിരവധിയായിട്ടുള്ള ഉദ്ദേശങ്ങളുണ്ട്. നാം ഇപ്പോൾ അല്ലെങ്കിൽ ഇന്ന് വരെ നാം എപ്രകാരം ജീവിച്ചോ അത് നമ്മൾ ഇപ്പോൾ വിട്ടുകളയുക. അതിനുശേഷം നമ്മൾ ഇനിയുള്ള ജീവിതത്തിൽ നമ്മൾ എപ്രകാരം ദൈവത്തിന് പ്രയോജനപ്പെടാനായിട്ട് സാധിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുക. നാം ദൈവത്തിന്റെ വചനം നിരന്തരമായിട്ട് ധ്യാനിക്കുകയും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യും. നമ്മൾ പൗലോസിന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ പൗലോസ് നിരവധി പേരെ ദൈവവചനത്തിലൂടെ അല്ലെങ്കിൽ സുവിശേഷത്തിലൂടെ ദൈവത്തിലേക്ക് ആദായപ്പെടുത്തിയിട്ടുണ്ട്. അപ്രകാരം തന്നെ നാമും ദൈവത്തിന്റെ വചനം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക. ഒരു പ്രയോജനമില്ല എന്ന് പറഞ്ഞ് സമൂഹം തള്ളിക്കളയുന്ന നിരവധി ആളുകളെ അല്ലെങ്കിൽ ഓരോ കുറ്റം ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും പാപങ്ങളാൽ അടിമപ്പെട്ട് കഴിയുന്ന ഓരോ മനുഷ്യരെയും നമുക്ക് ദൈവത്തിന്റെ വചനം പകർന്നു കൊടുക്കുന്നതിലൂടെ ദൈവത്തിനും മറ്റുള്ളവർക്കും പ്രയോജനമുള്ളവരായി തീർക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെയാണ് നാമും നമ്മുടെ സഹവിശ്വാസികൾക്കും അതുപോലെ തന്നെ നമ്മുടെ ബന്ധുത്രാദികൾക്കും നമ്മൾ അറിയുന്ന എല്ലാവർക്കും പ്രയോജനമുള്ളവരായി തീരുവാനായിട്ട് നമുക്ക് ദൈവത്തിനോട് നിരന്തരമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണുകളടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞവനും വാത്സല്യനിധിയുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല ദിവസത്തിനെ നമ്മോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ 2023 ആണ്ടിന്റെ അവസാന നിമിഷങ്ങളിൽ ഞങ്ങൾ ആയിരിക്കുന്നല്ലോ. ഈ ഒരു വർഷക്കാലം ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ നിരവധിയായിട്ടുള്ള അനുഗ്രഹങ്ങളും നന്മകളും നൽകി. എല്ലായ്പ്പോഴും ദൈവത്തിനോട് നന്ദിയുള്ളവരായിരിക്കാനായിട്ട് സ്വർഗ്ഗത്തിലെ ദൈവം അവിടെ ഞങ്ങളെ സഹായിക്കുമാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ജീവിച്ചു വന്നായിട്ടുള്ള ജീവിതം എന്തെന്ന് സ്വർഗ്ഗത്തിലെ ദൈവം അറിയുന്നുള്ളൂ. ദൈവമേ, ഞങ്ങളുടേതായിട്ടുള്ള ഭാഗത്തു നിന്നുള്ള തെറ്റുകൾ, പാപങ്ങൾ, കുറവശങ്ങളെല്ലാം കർത്താവ് ഞങ്ങൾ ക്ഷമിക്കുമാണെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ജീവിതത്തിൽ കർത്താവിന് പ്രയോജനപ്പെട്ടവരായിട്ട് ജീവിച്ചു വരുവാനായിട്ട് സ്വർഗ്ഗത്തിലെ ദൈവം ഞങ്ങൾ അവിടെ നിന്ന് സഹായിക്കുമാറാണ്. മറ്റുള്ളവർക്കും കർത്താവിനോട് പ്രയോജനമുള്ളവരായി തീരാൻ തക്കമാണ് സ്വർഗ്ഗത്തിലെ ദൈവം അവരോട് ഇടപെടുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ലിംസ് ബോബസിനെ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരനെ കർത്താവ് അനുഗ്രഹിക്കുമാറാണ്. വരുന്നൊരു വർഷക്കാലം പ്രിയമകന്റെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളും നന്മകളെ കൊണ്ട് നിറയ്ക്കുമാണെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ഓരോ ദിവസവും നിമിഷങ്ങളും ദൈവത്തിനോട് കൂടുതൽ ചേർന്നുകൊണ്ട് ജീവിക്കാനായിട്ട് നല്ലൊരു പ്രയോജനമുള്ള മകനായി തീരുവാനായിട്ട് സഹോദരനെ അവിടുന്ന് സഹായിക്കുമാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഒരിക്കൽ കൂടി കർത്താവിന്റെ കരങ്ങളിൽ എല്ലാ വിഷയങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടും നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും എല്ലാ ദൈവമക്കളെയും ഞങ്ങളുടെ കരങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് കൂടുതൽ പ്രയോജനമുള്ളവരായി തീരുവാനായിട്ട് ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കുമാണെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഘടിതനായ സ്തോത്രം എല്ലാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയുടെ അപേക്ഷിക്കുമ്പോൾ ദൈവം കേൾക്കണം. സ്വർഗ്ഗീയ നല്ല പിതാവേ, ആമേൻ. ഈ തിരുവചന വേദഭാഗങ്ങളാൽ ദൈവം നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ.